ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ജാനകിക്ക് ബോധം വന്നതിന് ശേഷം ആരതി കരഞ്ഞോട് പറയുന്നുണ്ട്, കുറച്ചു നേരത്തേക്കാണെങ്കിലും ഞങ്ങളുടെയൊക്കെ ജീവൻ പോയി. കാരണം അമ്മയ്ക്ക് അത്രത്തോളം ബോധമില്ലായിരുന്നു. ജാനകിയാണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായിക്കൊന്നും സംഭവിക്കില്ല, എപ്പോഴും ദൈവത്തിൻ്റെ കൃപ അമ്മായിയുടെ കൂടെ ഉണ്ടാവും. ചന്ദ്രികയുടെ കൈക്കുള്ളിലാണ് ജാനകിയുടെ കൈ ഉണ്ടായിരുന്നത്. പക്ഷേ ചന്ദ്രിക അത് പറഞ്ഞ സമയത്ത് ജാനകി പെട്ടെന്ന് തന്നെ അവരുടെ കൈ പിൻവലിക്കുകയാണ്. അവിടെ കൂടി നിന്ന് എല്ലാവർക്കും അത് ആദ്യം ഒരു ഷോക്ക് തന്നെയായിരുന്നു. കാരണം ആ ഒരു അവസ്ഥയിൽ പോലും ജാനകിക്ക് ചന്ദ്രികയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രികയ്ക്കാണ് ഏറ്റവും അധികം വിഷമായത്. അവൾ സങ്കടത്തോടെ മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് മേഘയ്ക്കും മുത്തശ്ശിക്കും മനോഹരനൊക്കെ സമാധാനമായത്. മേഘ വല്ലാതെ പരിഭ്രമിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ചന്ദ്രിക അവളെ തല്ലുക കൂടെ ചെയ്തു. അതിനുശേഷം ചന്ദ്രികയാണ് ജാനകിയെ രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ജാനകി അവളെ സ്നേഹിക്കുമെന്നൊക്കെ ഒരു ഭയം മേഘയിലുണ്ടായിരുന്നു. അമ്മ ചന്ദ്രികയോട് അങ്ങനെ പെരുമാറിയത് കണ്ടപ്പോൾ ആരതിക്ക് വിഷമായെങ്കിലും അവൾ പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, ആരതി, മുത്തശ്ശ, നിങ്ങൾ അമ്മായിയെ നോക്കിക്കോ, ഞാൻ എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ചന്ദ്രിക നെഞ്ചു പൊട്ടുന്ന വേദനയോട് കൂടിയാണ് വാതിൽക്കൽ എത്തിയപ്പോൾ വീണ്ടും തിരിഞ്ഞു നോക്കുന്നത്. ജാനകി അപ്പോഴും വേദനയുടെ കാഠിന്യത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ആ ഒരു ഷോക്കടിച്ച വേദനയിൽ. അപ്പോൾ ചന്ദ്രിക എല്ലാവരെയും നോക്കിയിട്ട് സങ്കടത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ മനോഹരം പറയുന്നുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, വലിയ ആളായിട്ട് നിന്നതല്ലേ. അപ്പോഴേക്കും മേഘ വന്നിട്ട് ചന്ദ്രിക ഇരുന്ന സ്ഥലത്തിരുന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആദ്യം അവളെ എല്ലാവരും കൂടെ എഴുന്നേൽപ്പിച്ച് അവളുടെ വീൽ ചെയറിൽ ഇരുത്ത്. ആരതിയും മേഘയും ചേർന്നിട്ട് ജാനകി അവിടെ വീൽ ചെയറിൽ ഇരുത്തുകയാണ്. അതിനുശേഷം കുടിക്കാൻ വെള്ളം കൊടുത്തു. അതിനുശേഷം മേഘ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ജാനകി സംഭവിച്ച കാര്യങ്ങളൊക്കെ മേഘയോട് പറയാണ്. തുണി അയൺ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് പെട്ടെന്ന് ഷോക്കടിച്ചതും വീൽ ചെയറിൽ നിന്ന് താഴെ വീണതുമായ കാര്യങ്ങൾ ജാനകി പറഞ്ഞപ്പോഴാണ് കാര്യത്തിൻ്റെ തീവ്രത അത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് ആരതി ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാവുന്നത്. ആരതി വല്ലാതെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് ഷോക്ക് അടിച്ചു എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യമാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. മേഘ ദേഷ്യത്തോടെ മനോഹരനോട് പറയുന്നുണ്ട്, ആദ്യം ആ അയൺ ബോക്സ് എടുത്ത് കളയാൻ നോക്ക്. ജാനകി കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, നിനക്ക് പൾസും ശ്വാസവും ഒന്നുമില്ലാതെ നീ മരക്കഷ്ണം പോലെ കിടക്കുകയായിരുന്നു. കൃത്യസമയത്ത് ചന്ദ്രിക വന്നില്ലായിരുന്നെങ്കിൽ ഇനി നിന്നെ ജീവനോടെ കാണാൻ കഴിയുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം സങ്കടത്തോടെയാണ് പറയുന്നത്. പക്ഷെ അത് കേട്ട മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ജാനകിയുടെ മനസ്സിൽ ചന്ദ്രികയോടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ മേഘയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ചന്ദ്രികയാണ് തന്നെ സഹായിച്ചതെന്ന് അറിഞ്ഞ സമയത്ത് ജാനകി പ്രത്യേകിച്ചൊന്നും പറയാതെ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കൃത്യസമയത്ത് ദൈവമാണ് ചന്ദ്രിക ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. മുത്തശ്ശൻ ചന്ദ്രികയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുന്തോറും മേഘയ്ക്ക് ദേഷ്യം കയറുകയാണ്. അവസാനം ജാനകിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. പിന്നാലെ തന്നെ മേഘയും മുത്തശ്ശിയും ഒക്കെ പറയുന്നുണ്ട്, റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ജാനകി കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് മേഘ വന്നിട്ടുണ്ടായിരുന്നു. മേഘ കഴിക്കാൻ പറയുമ്പോൾ ജാനകി ആകെ തളർന്നിട്ടാണുള്ളത്. അവർ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മേഘ, എൻ്റെ ശരീരമൊക്കെ നുറുങ്ങുന്ന വേദനയിലാണ്. അപ്പോൾ മേഘയും സങ്കടത്തോടെ പറയുന്നുണ്ട്, അതില്ലാതിരിക്കുമോ അമ്മായി, എത്ര വലിയൊരു ആപത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടു വന്നത്. നിങ്ങളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ ശ്വാസം നിന്നു പോയിട്ടുണ്ടായിരുന്നു. മേഘ സത്യസന്ധമായ സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത്, എന്തോ ഭാഗ്യം കൊണ്ടാണ് ദൈവം നിങ്ങളെ രക്ഷിച്ചത്. എനിക്കാകെ കൂടെ ഉള്ള ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ കൂടി ഈ ഭൂമിയിൽ ഇല്ലാതായാൽ പിന്നെ ഞാൻ അനാഥയെ പോലെയാവും. മേഘ വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ജാനകിയോട് പറയുന്നത്. അത് കേട്ടതും ജാനകി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മേഘയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ജാനകിയോട് പറയുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിനും ഒരു കുറവ് വരുത്തില്ല അമ്മായി. നിറഞ്ഞ കണ്ണുകളോടെ ഫ്രൂട്ട്സ് എടുത്തിട്ട് ജാനകിക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ജാനകി അത് വാങ്ങി കഴിക്കുന്നുണ്ട്. ജാനകി എന്തോ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മേഘ വീണ്ടും വീണ്ടും ഫ്രൂട്ട്സ് കൊടുത്തപ്പോൾ മതി മേഘ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാലുമായിട്ട് ആരതിയും വന്നിട്ടുണ്ടായിരുന്നു. ജാനകി പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേഘ പറയുന്നത്, അമ്മായി, നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ സംശയം തോന്നുവാണ്. അത് കേട്ടതും ആരതിയും ജാനകിയും മേഘയെ നോക്കുന്നുണ്ട്. ഇത്രയും കാലം ഷോക്ക് അടിക്കാതിരുന്ന അയൺ ബോക്സിൽ നിന്ന് പെട്ടെന്ന് ഷോക്ക് വരണമെങ്കിൽ അതെന്തായിരിക്കും കാരണം? അങ്ങനെ ഒരു സംശയം ആരതിയിലും ജാനകിയിലും അപ്പം തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മേഘ പറയുന്നുണ്ട്, ഒരുപക്ഷെ ചന്ദ്രികയായിരിക്കുമോ അമ്മായിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. മേഘയുടെ സംശയം ചന്ദ്രികയ്ക്ക് നേരെയാണെന്ന് കേട്ടതും ആരതി തന്നെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജാനകി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നത് മേഘ? എനിക്ക് അവളെയാണ് സംശയം അമ്മായി. ഒരുപക്ഷെ ഷോക്കടിക്കുന്ന രീതിയിൽ അയൺ ബോക്സ് അവൾ തന്നെയാണ് ചെയ്തു വെച്ചതെങ്കിലോ? ജാനകിയോട് ചന്ദ്രികയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിൽ സംശയം നിറക്കുകയാണ് മേഘ. അതുപോലെ തന്നെ ആരതിക്കാണെങ്കിലും സംശയം തോന്നുന്ന രീതിയിലാണ് മേഘ സംസാരിക്കുന്നത്.
ചന്ദ്രികയെക്കുറിച്ചുള്ള ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞതിന് ശേഷം മേഘ പറയുന്നുണ്ട്, ചന്ദ്രികയെ ആദ്യം തന്നെ ഇവിടുന്ന് ഓട്ടിക്കണം, എങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാതിരിക്കുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഇരിക്കണം അമ്മായി. ശരി, നിങ്ങൾ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേക്കും ജാനകിയുടെ മനസ്സിൽ ശരിക്കും സംശയം വന്നിട്ടുണ്ടായിരുന്നു ചന്ദ്രികയെക്കുറിച്ച്. ആരതിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിലും ചന്ദ്രികയാണ് ചെയ്തതെന്നും ചെയ്യാതിരുന്നതെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ജാനകി മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്പലത്തിൽ പോയിട്ട് ചന്ദ്രിക അങ്ങോട്ട് അതുവഴി വരുന്നത്. ജാനകി ചെടി നനയ്ക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. കാരണം അവരത്ര പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സന്തോഷത്തോടു കൂടി അവരുടെ അടുത്ത് പോയിട്ട് വിളിക്കുകയാണ്, അമ്മായി ഇപ്പോൾ എങ്ങനെയുണ്ട്? ജാനകി ചന്ദ്രികയെ തിരിഞ്ഞു നോക്കിയിട്ട് അവളാണെന്ന് കണ്ട സമയത്ത് തന്നെ പെട്ടെന്ന് മുഖം തിരിക്കുകയാണ്. ചന്ദ്രിക ചോദിച്ചതിന് മറുപടിയും പറയുന്നില്ല. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ ചന്ദ്രിക വീണ്ടും പറയുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തില്ല അമ്മായി. ഞാൻ ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തിയിട്ട് വരികയാണ്. ഇന്നാ പ്രസാദം എടുത്തോ എന്ന് പറഞ്ഞിട്ട് താല അവർക്ക് നേരെ നീട്ടുകയാണ്. ആ സമയത്ത് നനച്ചുകൊണ്ടിരുന്ന പൈപ്പ് വലിച്ചെറിഞ്ഞിട്ട് ജാനകി പറയുന്നുണ്ട്, നിനക്ക് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലേ? അല്ല, നീ എന്തിനാ എനിക്ക് വേണ്ടി അർച്ചന ചെയ്തത്? ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഒരാളുടെ പേരിൽ അർച്ചന നടത്തണമെങ്കിൽ അവരോട് സമ്മതം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അമ്മായി. ജാനകി ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ നാടകം കളിക്കുന്നത്? ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറുന്നാണോ നിൻ്റെ വിചാരം? അതിന് മറുപടി പറയാതെ ചന്ദ്രിക തലതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മാറില്ല. ഞാൻ നിന്നെ വെറുത്തത് തന്നെയാണ്. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അവൾ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി അവളോട് പറയാണ്, നീ ഇനി എൻ്റെ ഏട്ടൻ്റെ മകളായിരുന്നാലും എനിക്ക് നിന്നോട് സ്നേഹമോ വാത്സല്യമോ ഒന്നും വരില്ല. ചന്ദ്രിക ഒന്നും പറയാതെ തലതാഴ്ത്തി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇന്നലെ നീ എന്നെ രക്ഷിച്ചെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ നല്ല സംശയമുണ്ട്. ഇത്രയും കാലമായിട്ട് ആ അയൺ ബോക്സ് കൊണ്ട് ഷോക്ക് അടിച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഷോക്ക് വരുന്നതെങ്കിൽ അതിനെന്താ അർത്ഥം? എന്താണ് ജാനകി ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ചന്ദ്രിക അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ജാനകി തൻ്റെ മനസ്സിലിരിപ്പ് പറയുന്നത്, ഒരുപക്ഷെ ആ അയൺ ബോക്സ് ഷോക്ക് അടിക്കുന്ന രീതിയിൽ നീ മാറ്റിയതല്ലെന്ന് ആരറിഞ്ഞു? ജാനകി ഉദ്ദേശിച്ചത് തന്നെക്കുറിച്ചാണെന്ന് മനസ്സിലായതും ചന്ദ്രിക ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്തൊക്കെയാ അമ്മായി പറയുന്നത്? ചന്ദ്രിക തന്നെ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആ അയൺ ബോക്സ് നീ തന്നെ ഷോക്ക് അടിക്കുന്ന രീതിയിലാക്കിയിട്ട് ഞാൻ വീണപ്പോൾ നീ തന്നെ വന്നിട്ട് എന്നെ രക്ഷിക്കുന്ന മാതിരി അഭിനയിച്ചതായിക്കൂടെ? ചന്ദ്രിക ഹൃദയം പൊട്ടുന്ന വേദനയോട് ചോദിക്കുകയാണ്, എന്തിനാ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കുന്ന എൻ്റെ അടുത്ത് വാശിയോടെ പറഞ്ഞിട്ട് പോയതല്ലേ? എന്നെ കൊന്നു കഴിഞ്ഞാൽ അവനെ ഈസി ആയിട്ട് നിനക്ക് കല്യാണം കഴിക്കാമല്ലോ. തന്നെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഇത്രയും മോശമായിട്ടാണ് ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞതും ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ സത്യം ചെയ്ത് പറയാം, ഞാൻ സിദ്ധു സാറിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഴുവൻ സമ്മതത്തോടു കൂടി മാത്രമായിരിക്കും. ഇല്ലെങ്കിൽ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. എൻ്റെ മേൽ നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞോ, വേണമെങ്കിൽ അടിച്ചോ. ഞാൻ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന സ്നേഹവും വിശ്വാസവും കള്ളത്തരമാണെന്ന് മാത്രം പറയരുത്. ചന്ദ്രിക കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിലും അതൊന്നും ജാനകിയുടെ മനസ്സിനെ പോലും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അവർ പുച്ഛത്തോടെയാണ് അവളെ നോക്കുന്നത്. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് വല്ലാതെ സങ്കടപ്പെടുവാണ്. കൂടെ ജനിച്ച സഹോദരനെയും അവരുടെ ഭാര്യയെയും വിശ്വസിക്കാതെ ആ മേഘയാണ് വിശ്വസിക്കുന്നത്. അത് കേട്ട സമയത്ത് ജാനകി മുഖം തിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആരാണ് നല്ലത് എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് തെളിയിച്ചു തരും. സങ്കടത്തോടു കൂടിയാണ് ചന്ദ്രിക അവിടുന്ന് പോകുന്നത്. ചന്ദ്രിക പോയതും ജാനകിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. ചന്ദ്രിക പോകുന്ന സമയത്ത് ലക്ഷ്മി മലറിനും മഹേന്ദ്രനും ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് പോകുന്നത്. അച്ഛനെ അമ്മയും മലറിനെ അവിടെ കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. മാത്രമല്ല മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക ഇതെന്താ മോളെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, അമ്മ ഇന്നാ പ്രസാദം എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ താലം അമ്മയുടെ നേരെ നീട്ടുകയാണ്. ശേഷം അച്ഛനും കൊടുക്കുന്നുണ്ട്. മലറിന് ചന്ദ്രിക തന്നെയാണ് തൊട്ട് കൊടുക്കുന്നത്. അവളുടെ മുഖത്ത് ആ ഒരു സങ്കടം കണ്ടപ്പോൾ മഹേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, ചന്ദ്രിക പറയ്, ഇന്നലെ അമ്മായിക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടത് മഹേന്ദ്രൻ ഞെട്ടുകയാണ്. എന്ത്? ജാനകിക്ക് ഷോക്ക് അടിച്ചുന്നോ? എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അതെ അച്ഛാ, ഷോക്ക് അടിച്ചത് കാരണം ശ്വാസവും ഇല്ലാതെയും പൾസില്ലാതെയും അമ്മായി ഒരുപാട് നേരം അവിടെ ബോധമില്ലാതെ കിടന്നു. മഹേന്ദ്രനും ലക്ഷ്മിയും അത് കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മുത്തശ്ശനും ആരതിയൊക്കെ അത് കണ്ട് വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ മഹേന്ദ്രനോടും ലക്ഷ്മിയോടും ചന്ദ്രിക വിവരിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രിക അവരുടെ ഹൃദയത്തിനടുത്ത് ചെവി വെച്ച സമയത്ത് അവർക്ക് ഹൃദയടിപ്പുണ്ടായിരുന്നില്ല. അത് പറയുന്ന സമയത്ത് ആരതിയും മുത്തശ്ശനും ഒക്കെ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി കണ്ണു തുറന്ന് നോക്കുമോളെ. ചന്ദ്രികയുടെ ഒരുപാട് നേരത്തെ എഫേർട്ടിന് ശേഷമാണ് ജാനകിക്ക് ബോധം തിരിച്ചു വന്നത്.
അതൊക്കെ പറഞ്ഞതിന് ശേഷം ചന്ദ്രിക പറയുന്നുണ്ട്, എന്തോ ഭാഗ്യം കൊണ്ട് ദൈവം ജാനകി അമ്മായിയെ രക്ഷിച്ചു. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ അതുവഴി വരുമ്പോൾ ജാനകി അമ്മായിയെ കണ്ടു. അപ്പോൾ ജാനകി അമ്മായി എന്നോട് പറഞ്ഞത് ഇന്നലെ ഞാൻ അവരെ രക്ഷിച്ചതായിട്ട് മുത്തശ്ശൻ അവരോട് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ നല്ല സംശയമുണ്ട്. ഇത്രയും കാലം ആ അയൺ ബോക്സിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ അയൺ ബോക്സിൽ ഷോക്ക് അടിക്കുന്ന രീതിയിൽ നീ തന്നെയാണ് ആക്കിയത് എന്നില്ലാതുണ്ടോ? ഞാൻ ഷോക്കടിച്ച് ബോധം കെട്ട് വീണതിന് ശേഷം നീ തന്നെ വന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നതായിട്ട് അഭിനയിച്ചതായിക്കൂടെ? ചന്ദ്രിക പറഞ്ഞത് കേട്ടതും ലക്ഷ്മിയുടെയും മഹേന്ദ്രൻ്റെ കണ്ണ് നിറയാണ്. ചന്ദ്രികയും സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്നെയാണ് അമ്മായി സംശയിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത സങ്കടം വന്നു. എനിക്കത് സഹിക്കാനാവുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ജാനകിയാണോ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് അവൾക്കിങ്ങനെ ദിവസം കഴിയുന്തോറും ബുദ്ധി നശിച്ചു പോകുന്നത്? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം മേഘയാണ്. അവളാണ് നമ്മളെ കണ്ണിൽ കാണാത്ത രീതിയിൽ ജാനകിയോട് ഓരോന്നോരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് മേഘയെക്കുറിച്ച് ജാനകിക്ക് മനസ്സിലാവും. അന്ന് നമ്മളെ തേടി അവൾ തന്നെ വരും. മഹേന്ദ്രൻ പറയുന്നുണ്ട്. ചന്ദ്രിക കൂടുതലൊന്നും സംസാരിക്കാതെ അകത്തേക്ക് പോവുകയാണ്. പിറ്റേന്ന് മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ആകെ നിരാശയിലാണ് ഉണ്ടായിരുന്നത്. തൻ്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കിയിട്ട് അദ്ദേഹം സങ്കടത്തോടെ പറയുന്നുണ്ട്, നിൻ്റെ മകൻ അത്രയും ആഗ്രഹത്തോടെ കെട്ടിയുണ്ടാക്കിയ വീടാണിത്. ഈ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ജീവൻ പോവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിന് എനിക്ക് ദൈവം അവസരം തരുന്നു തോന്നുന്നില്ല. മഹേന്ദ്രനെയും ലക്ഷ്മിയെയും മേഘ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഇനി എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനാവില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ കാശിയിലേക്ക് പോവുകയാണ്. എന്ന് മഹേന്ദ്രൻ്റെ കയ്യിൽ ഈ വീട് തിരിച്ചു വരുന്നോ അന്ന് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കാശിയിൽ വെച്ച് തന്നെ എൻ്റെ ജീവൻ നഷ്ടപ്പെടും. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടൊരു സ്യൂട്ട് കേസ് എടുത്തിട്ട് അത്യാവശ്യം തന്നെ വേണ്ടുന്ന ഡ്രസ്സുകൾ മാത്രം അതിനകത്തേക്ക് വെക്കുകയാണ്. അവസാനമായിട്ട് അലമാരക്കകത്തു നിന്നും തൻ്റെ ഭാര്യയ്ക്ക് ആദ്യമായിട്ട് അണിയിച്ചു കൊടുത്ത ആ ഒരു താലിമാല അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ബോക്സ് അവിടെ മാറ്റി വെച്ചിട്ട് അത് പോക്കറ്റിലിടുകയാണ്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് തൻ്റെ ഭാര്യയുടെ ആ ഒരു ചിത്രം അദ്ദേഹം കയ്യിലെടുക്കുകയാണ്. കുറച്ചു നേരം ആ ചിത്രത്തെ നോക്കിയതിന് ശേഷം അതൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഫോട്ടോ കൂടെ സ്യൂട്ട് കേസിലേക്ക് വെക്കുകയാണ്. പിന്നീട് അദ്ദേഹം താഴേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മേഘയുടെ മുടിയിൽ മുല്ലപ്പൂക്കെ വെച്ചു കൊടുക്കുകയാണ് മുത്തശ്ശി. അടുത്ത് തന്നെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു മനോഹരൻ. മനോഹരനാണ് ആദ്യം കാണുന്നത് മുത്തശ്ശൻ പോവാനിറങ്ങിയത്. അയാൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഈ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? അപ്പോഴാണ് മേഘയും മുത്തശ്ശിയും തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശൻ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ 3 പേരെയും നോക്കിയിട്ട് സങ്കടത്തോടെയും വെറുപ്പോടും കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഹൃദയത്തിൽ തട്ടി പറയുകയാണ്, നിങ്ങൾ 3 പേരും നന്നായിരിക്കില്ല. മേഘയ്ക്കൊഴികെ മറ്റു 2 പേർക്കും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ലക്ഷ്മിയെ പറ്റിച്ച് ഈ വീട് നീ നിൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങി. വീട് മാത്രമല്ല, മഹേന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാ കമ്പനിയും അവരെ ചതിച്ചിട്ട് നീ നിൻ്റെ പേരിലാക്കി. മേഘ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ അവരെ ചതിച്ചുണ്ടാക്കിയ ഒന്നും നിൻ്റെ കയ്യിൽ ഒരു കാലത്തും നിലനിൽക്കില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും നിങ്ങളെ വെറുതെ വിടില്ല. അത് കേട്ട സമയത്ത് മനോഹരൻ ചേച്ചിയെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. മുത്തശ്ശി അതുപോലെ തന്നെ. അപ്പോൾ മേഘയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഞാൻ ഹൃദയം പൊട്ടി പറയുകയാണ്, നിങ്ങൾ 3 പേരും ഒരു കാലത്തും രക്ഷപ്പെടില്ല. മനോഹരനും മുത്തശ്ശിയും പുച്ഛിച്ച് തള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തെ. അപ്പം മേഘയോട് അദ്ദേഹം പറയുന്നുണ്ട്, നീയുള്ള ഈ വീട്ടിൽ ഞാനിനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് ഈ വീട് തിരിച്ച് മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെയും പേരിലേക്കാവുന്നോ അന്ന് മാത്രമേ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. ഇപ്പോൾ ഞാൻ കാശിക്ക് പോകാൻ പോവുകയാണ്. അത് കേട്ടത് മുത്തശ്ശിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ മേഘയ്ക്ക് അതൊരു ഷോക്കായിരുന്നു. എത്രയൊക്കെ സ്വന്തമല്ല എന്ന് പറഞ്ഞാലും അവളെ കുട്ടിക്കാലം തൊട്ടേ വളർത്തി വലുതാക്കിയ മുത്തശ്ശനാണത്. അദ്ദേഹം സങ്കടത്തോടു കൂടിയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. മെല്ലെ മെല്ലെ നടന്ന് അദ്ദേഹം പുറത്തെത്തിയതിനു ശേഷം വീണ്ടും തിരിഞ്ഞിട്ട് ആ വീടൊന്നുകൂടെ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചന്ദ്രികയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.